ഹായ് ഫ്രണ്ട്സ്, ആഞ്ജലി ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഈ ക്ലാസ്സിലൂടെ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യയിലെ നദികളും അവ സ്ഥിതി ചെയ്യുന്ന സിറ്റികൾ അഥവാ നദീതീര പട്ടണങ്ങൾ. മത്സര പരീക്ഷയിൽ സ്റ്റാറ്റിക് ജികെ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരം സാന്നിധ്യമാണ്, പലരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കാറുമുണ്ട്. എങ്കിൽ ഇനി കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, എന്നാൽ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവാം, അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ ഒക്കെ നോട്ട് ഞാൻ അവിടെയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്കും ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. ഗോമതി റിവർ ഏത് സിറ്റിയിലൂടെയാണ് ഒഴുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൗ സിറ്റിയിലൂടെയാണ്, ഉത്തർപ്രദേശ്. ഗോമതിയോട് ലവ് തോന്നി, ഉത്തരത്തിലുള്ള പ്രദേശത്തിൽ വെച്ചാണ് ഗോമതിയോട് ലവ് തോന്നി എന്ന് ഓർത്തോളൂ. ഗോമതി ലവ് എന്നാൽ ലക്നൗ ഉത്തർപ്രദേശ്, കണക്ട് ചെയ്യാലോ. ചമ്പൽ റിവർ ഒഴുകുന്ന പ്രധാനപ്പെട്ട സിറ്റി ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ട ഗോളിയാർ. ഗോളത്തിലുള്ള കോട്ട ചാമ്പലാക്കി എന്നൊക്കെ പറയില്ലേ? യെസ്, അത് ഗോളാകൃതിയിലുള്ള ഒരു കോട്ടയായിരുന്നു, അതിനെ ചാമ്പലാക്കി എന്നോർത്തോളൂ. ചമ്പൽ റിവർ, കോട്ട, ഗോളിയാർ എന്നീ സിറ്റിയിലൂടെ ഒഴുകുന്ന റിവറാണ് ചമ്പൽ റിവർ. എങ്കിൽ ടീസ്റ്റ റിവർ, റാങ്പോ. ടീസ്റ്റയാണ് ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ടീസ്റ്റയാണ്. അപ്പൊ പെട്ടെന്ന് ഇറങ്ങിപ്പോകും പോലെയാണ് ആ റിവർ ഒഴുകുന്നത് അല്ലേ? നമ്മൾ ഒരിടത്ത് താഴോട്ട് ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ നമുക്ക് ഇറങ്ങാനായിട്ട് കഴിയുമല്ലേ? അങ്ങനെ ഓർത്തോളൂ, അതാണ് റാങ്പോ. ഇറങ്ങിപ്പോകും പോലെ ഒഴുകുന്ന പുഴയാണ് ടീസ്റ്റ റിവർ റാങ്പോ സിറ്റിയിലൂടെയാണ് ഒഴുകുന്നത്. എങ്കിൽ അളകനന്ദ റിവർ ബദ്രിനാഥിലൂടെയാണ് ഒഴുകുന്നത് എന്ന് ഓർത്തോളൂ. ബദ്രിനാഥ് സിനിമ കണ്ടിട്ടില്ലേ? അല്ലു അർജുനും തമന്നയൊക്കെ അഭിനയിച്ചത്. അതിൽ വന്നിട്ട് അളകനന്ദ എന്നാണ് അതിലെ നായികയുടെ പേര്. ഞാൻ പണ്ട് കണ്ടതാണ്, ആ ഓർമ്മയിലാണ് പറയുന്നത്. അപ്പൊ ബദ്രിനാഥ്, അളകനന്ദ അങ്ങനെ കണക്ട് ചെയ്തോളൂ. അളകനന്ദ, ബദ്രിനാഥ്. ഗംഗാനദി ഹിന്ദു പുരാണ പ്രകാരം ശിവന്റെ മുടിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ മുടിയുടെ തൊട്ട് താഴെയല്ലേ തൃക്കണ്ണ്. അപ്പോ ഗംഗ ഈ കണ്ണിന്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഗംഗ ഒഴുകുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ കൂടുതലും ഈ കണ്ണുമായിട്ട് ചേർന്നിരിക്കുന്ന പേരാണ് എന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. കനൌജ്, കണ്ടോ അവിടെ ഒരു കണ്ണില്ലേ? കനൌജ്. കാൺപൂർ അവിടെ ഒരു കണ്ണുണ്ട്. ഓക്കെ, കണ്ണുള്ള ഊര് എന്നോർത്തോളൂ, കാൺപൂര്. മിർസ എന്നാൽ മിഴി എന്നോർത്തോളൂ, മിഴിയുള്ള ഊര്, അതാണ് മിർസാപൂര്. ഹരിദ്വാർ, വാരണാസിയിലും ഹരിദ്വാറിലൊക്കെ പോകുമ്പോഴത്തേക്കും കാശിയിൽ പോയി പാവങ്ങളൊക്കെ കളയണമെന്ന് പഴയ അമ്മൂമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ കണക്ട് ചെയ്യാം. പാറ്റ്ന ഗംഗാ റിവർ ഒഴുകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പട്ടണമാണ് പാറ്റ്ന, ബീഹാറിലാണ്. പാറ്റയെ കണ്ടാൽ ഗ്യാങ് ആയിട്ട് ആക്രമിക്കും എന്ന് ഓർത്തോളൂ, അതാണ് ഗംഗ ഗ്യാങ് പാറ്റ്ന. ഓക്കെ, എങ്കിൽ അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് താപ്തി റിവർ. താപ്തി സൂപ്പർ എന്ന് ഓർത്തോളൂ. താപ്തി അഥവാ ദീപ്തി സൂപ്പർ എന്ന് ഓർത്തോളൂ. ദീപ്തി അല്ല, അത് താപ്തിയാണ്. സൂപ്പർ എന്നാൽ സൂററ്റ് ഗുജറാത്ത്, സൂറത്ത്, താപ്തി, അങ്ങനെ കണക്ട് ചെയ്യാം. കണ്ടോ, സൂറത്തിലും ഗുജറാത്തിലും എല്ലാം ഒരു റേറ്റ് ഉണ്ട്. അപ്പോ താപ്തി ഒഴുകുന്നത് സൂററ്റ് പട്ടണത്തിൽ കൂടെയാണ്. ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത് സൂററ്റ് ആണ്. ദീപ്തിക്ക് ഇഷ്ടം ഡയമണ്ട് ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ വിശ്വാമിത്രി റിവർ വഡോദരയിലല്ലേ മോഡി മത്സരിച്ചത് ഇലക്ഷന്? അപ്പോൾ ഉള്ള മോഡിയുടെ ക്യാമ്പയിൻ അല്ലെന്നുണ്ടെങ്കിൽ BJP-കാരുടെ ഒക്കെ ക്യാമ്പയിൻ വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ക്യാമ്പയിൻ ചെയ്തിരുന്നത്. അത് വെച്ചിട്ട് വിശ്വഗുരു അല്ല, ഇവിടെ വിശ്വാമിത്രി റിവർ ആണ് വഡോദര. മോഡി നിന്നുകൊണ്ട് വഡോദരയില് വിശ്വഗുരു എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തു. എങ്കിൽ അവിടെ കൂടെ ഒഴുകുന്ന റിവറിന്റെ പേരും വിശ്വാമിത്രി റിവർ എന്ന് കണക്ട് ചെയ്യാനായിട്ട് ഓർത്തോളൂ. നിരഞ്ജന റിവർ ഗയ എന്നാൽ ഹിന്ദിയിൽ പോയി എന്നല്ലേ? നിരഞ്ജൻ പോയി അല്ലേ? സമരൻ ബത്ലഹേം സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ലാലേട്ടൻ ലാസ്റ്റ് വന്നിട്ട് ലാലേട്ടനെ തൂക്കിക്കൊല്ലാനായിട്ട് കൊണ്ടുപോകും. തൂക്കിക്കൊല്ലുമ്പോ ആള് പോകും അല്ലേ? യെസ്, ഗയ എന്നാൽ പോയി. നിരഞ്ജന റിവർ. എങ്കിൽ ഗോദയില് വൻ യുദ്ധം നടക്കുകയാണ് കേട്ടോ. 3 ഈശ്വരന്മാർ തമ്മിലാണ് യുദ്ധം, അങ്ങനെ ഓർത്തോളൂ. ത്രയംബകേശ്വർ സിറ്റിയിലൂടെ ഒഴുകുന്നത് ഗോദാവരി റിവർ ആണ്. ഏതൊക്കെ ഈശ്വരന്മാർ എന്ന് നമുക്ക് നോക്കാം. അതാണ് 3 ഈശ്വരന്മാർ, അതാണ് ത്രയംബകേശ്വർ. 3 എന്നാൽ ത്രയംബക, 3 എന്ന് ഓർത്തോളൂ. എങ്കിൽ അത് ഏതൊക്കെ ഈശ്വരന്മാരാണ്? കാലേശ്വരൻ, ഭദ്രാചലം, രാജമുന്ദ്രി. കാലനും ഭദ്രനും രാജനുമാണ് ഈ 3 ഈശ്വരന്മാരെന്ന് കോർഡിനേറ്റ് കണക്ട് ചെയ്തോളൂ. യെസ്, കാലേശ്വരം, ഭദ്രാചലം, രാജമുന്ദ്രി എന്നീ സിറ്റികളിലൂടെ ഒഴുകുന്ന പുഴ
ഗോദാവരിയാണ്. പിന്നെ നാസിക്കിലൂടെ ഒഴുകുന്ന പുഴയും ഗോദാവരിയാണ്. ഇതാണ് ഇമ്പോർട്ടന്റ്, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. നാസിക്കിലൂടെ ഒഴുകുന്ന പുഴ ഏത്, നദി ഏത്? ഗോദാവരി. ഓക്കെ, ഗോദാവരിയില് യുദ്ധം നടക്കുമ്പോഴത്തേക്കും അവസാനം കിതയ്ക്കുമ്പോഴത്തേക്കും നാക്ക് തള്ളും അല്ലേ, അങ്ങനെ ഓർത്തോളൂ. ഗോദയിൽ യുദ്ധം നടന്നാൽ നാക്ക് തള്ളും തോൽക്കുന്നവന്റെ, അതാണ് നാസിക്. എങ്കിൽ ജയിക്കുന്നവൻ എന്ത് പറയും? നിസാരം. യെസ്, നിസാരം എന്നാൽ നിസാമാബാദ്. നിസാമാബാദ് അതാണ് നിസാരം. അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ ഹൂഗ്ലി റിവർ മുർഷിദാബാദ്, കൊൽക്കത്ത എന്നീ സിറ്റിയിലൂടെയാണ് ഒഴുകുന്നത്. ക്രിക്കറ്റില് നമ്മൾ ഗൂഗ്ലി എറിയുന്നത് മുഷ്ടി ചുരുട്ടിയാണല്ലേ. മത്സര പരീക്ഷയിൽ ചോദിക്കും ഗൂഗ്ലി എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്. ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ലെഗ് സ്പിന്നർമാർ മുഷ്ടി ചുരുട്ടി ലെഗ് സ്പിന്നിന്റെ ആക്ഷനിൽ ബോൾ ഓഫിലോട്ട് ടേൺ ചെയ്ത് ബാറ്റ്സ്മാനെ കബളിപ്പിക്കും. അതാണ് ഗൂഗ്ലി. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. എങ്കിൽ ഹൂഗ്ലി ആണെങ്കിലോ അത് ഒഴുകുന്നത് മുർഷിദാബാദ്. മുഷ്ടി ചുരുട്ടിയാണ് എറിയുന്നതെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ കണക്ട് ചെയ്യാം. മുഷ്ടി എന്നാൽ മുർഷിദാബാദ്, ഹൂഗ്ലി റിവർ. ഹൂഗ്ലി ഗൂഗ്ലി, ഗൂഗ്ലി മുഷ്ടി ചുരുട്ടിയാണെന്നുണ്ടെങ്കിൽ ഹൂഗ്ലി മുർഷിദാബാദിൽ കൂടെയാണ്. കൊൽക്കത്തയിൽ കൂടെ ഒഴുകുന്ന നദിയും ഹൂഗ്ലി. ഗൂഗ്ലി ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഹൂഗ്ലി കൊൽക്കത്ത. ക്രിക്കറ്റ് കൊൽക്കത്ത, അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ മഹാനദി ഒഴുകുന്നത് കട്ടക്ക്, സാമ്പൽപൂർ എന്നീ സിറ്റികളിലൂടെയാണ്. മഹാനദിയെ മഹാനടി എന്ന് ഓർത്തോളൂ. ആ നടിയെ എല്ലാവരും എപ്പോഴാണ് ഭയങ്കര സംഭവം എന്ന് പറയുന്നത്? കട്ടക്ക് അഭിനയിക്കുമ്പോഴാണല്ലേ. അത് വെച്ച് കണക്ട് ചെയ്യാം. യെസ്, കട്ടക്ക് സംഭവം എന്നാൽ സാമ്പൽപൂർ. കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് ഒഡീസയിലാണ്. എങ്കിൽ സബർമതി റിവർ അഹമ്മദാബാദ്. ഒരാൾക്ക് അഹമ്മദി കൂടുമ്പോഴത്തേക്കും സഭയിലുള്ള എല്ലാവരും മതി മതി എന്ന് പറയുന്നു. ഇനി അഹമ്മദി കാണിക്കരുത്. അതാണ് സഭ. മതി എന്ന് പറയുന്നത് അഹമ്മദി കൂടുന്നതാണ്. സഭ എന്നാൽ സബർമതി, അഹമ്മദി കൂടുക എന്നാൽ അഹമ്മദാബാദ്. അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ സത്ലജ് റിവർ സദ്ഗുണമുള്ളത് എന്ന് ഓർത്തോളൂ. അത് ഒഴുകുന്നത് ലുധിയാന, ഫിറോസ്പൂർ എന്നീ സിറ്റികളിലാണ്. സദ്ഗുണമുള്ള ആനയ്ക്ക് എല്ലാരും റോസ് കൊടുത്തു എന്ന് ഓർത്തോളൂ. സദ്ഗുണം എന്ന ഉള്ള ആന ലുധിയാനയാണ്. റോസ് എന്നാൽ ഫിറോസ്പൂർ എന്നും ഓർത്തോളൂ. എങ്കിൽ അടുത്തയിലേക്ക് പോവാം. ബ്രഹ്മപുത്ര റിവർ ഗുവാഹത്തി, ദിബ്രുഗഡ് എന്നീ സിറ്റികളിലൂടെയാണ് ഒഴുകുന്നത്. ബ്രഹ്മാവിന്റെ പുത്രൻ ഗുഹയിൽ തപസ്സനുഷ്ഠിച്ചു എന്ന് ഓർത്തോളൂ. ഗുഹ എന്നാൽ ഗുവാഹാത്തിയാണ്. ഗുഹ, ഗുവ, അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ ദിബ്രുഗഡിലൂടെ ഒഴുകുന്നതും ബ്രഹ്മപുത്ര തന്നെയാണ്. ദിബ്രുഗഡ് ഇന്ത്യയിലെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ് കന്യാകുമാരി മുതൽ ആസാമിലെ ദിബ്രുഗഡ് വരെയാണ്. അങ്ങനെ നിങ്ങൾ ആ സ്ഥലം കേട്ടിട്ടുണ്ടാവും. ആ ദിബ്രുഗഡിലൂടെയും ഒഴുകുന്നത് ബ്രഹ്മപുത്ര റിവർ തന്നെയാണ്. ഗുവാഹത്തി, ദിബ്രുഗഡ് ഇത് രണ്ടും ആസാമിലാണ്. എങ്കിൽ തുംഗഭദ്ര കോർഡിനേറ്റ് ഇങ്ങനെ നമുക്ക് ഓർക്കാം. ഒരു ഭദ്രൻ എന്നൊരാള് തൂങ്ങി മരിച്ചു എന്ന് ഓർത്തോളൂ. ഞാൻ കണക്ട് ചെയ്യാം. തുംഗഭദ്ര ഒഴുകുന്നത് കുർണൂല്, ഹോസ്പേട്ട് എന്നീ സിറ്റികളിലാണ്. ഭദ്രൻ തൂങ്ങി മരിച്ചത് എങ്ങനെയെന്നല്ലേ, ഒരു നൂലിൽ കെട്ടിയാണ് ഭദ്രൻ തൂങ്ങി മരിച്ചത്. അതാണ് കുർണൂല്. എന്തിനാണ് അയാൾ തൂങ്ങി മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടനാണ്. അപ്പൊ സ്വഭാവം ഹോട്ട് ആവുമ്പോഴത്തേക്കും അയാൾ തൂങ്ങി മരിച്ചു എന്നോർത്തോളൂ. ഹോട്ട് എന്നാൽ ഹോസ്പേട്ട്. ഹോട്ട് എന്നാൽ ചൂടല്ലേ, അതാണ് ഹോട്ടായി. പെട്ടെന്ന് ചൂട് സ്വഭാവത്തിൽ ഹോട്ടായപ്പോഴത്തേക്കും അയാൾ തൂങ്ങി മരിച്ചു. അതാണ് കുർണൂലിലാണ് മരിച്ചത്. കുർണൂല്, ഹോസ്പേട്ട്, തുംഗഭദ്ര. എങ്കിൽ കൂവം റിവർ, അടയാർ റിവർ എന്നിവ ചെന്നൈയിലാണ്. ചെന്നൈയിൽ പോയാൽ കൂവരുത്, അടി കിട്ടും എന്ന് ഓർത്തോളൂ. യെസ്, കൂവം, അടയാറ്, ചെന്നൈ. അടി എന്നാൽ അടയാറ്, കൂവം എന്നാൽ കൂവരുത് എന്നാണ്. രണ്ടും ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് മാത്രമല്ല സൂര്യയുടെ 6 എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്, കൂവ നദി ഓരത്തിലെ, തൃഷയൊക്കെ അഭിനയിച്ച്. അപ്പൊ ആ സിനിമയും ചെന്നൈയിലാണ് നടക്കുന്നത്. അത് വെച്ച് കണക്ട് ചെയ്യാം. എങ്കിൽ നൊയ്യൽ റിവർ കോയമ്പത്തൂരിലാണ്. നൊയ്യല് കോയമ്പത്തൂര്. നെയ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഊരിൽ പോയി കായ കൊടുക്കണം. അതാണ് കോയമ്പത്തൂര്. നൊയ്യൽ റിവർ, നൊയ്യൽ എന്നാൽ നെയ്യ് എന്ന് ഓർത്തോളൂ. മൂസി റിവർ ഹൈദരാബാദ്. മൂസയുടെ കൂട്ടുകാരൻ ഹൈദരാണ് എന്ന് ഓർത്തോളൂ. മൂസി റിവർ ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേത്രാവതി റിവർ മംഗളൂർ അഥവാ മംഗലാപുരം. ഗുരുപുര റിവറും മംഗലാപുരത്ത് തന്നെയാണ്. നേത്രാവതി മംഗളകാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഗുരുവിന്റെ പുരയിലേക്ക് പോകും എന്ന് കണക്ട് ചെയ്തോളൂ. അപ്പൊ നേത്രാവതി മംഗളകാര്യം എന്നാൽ മംഗലാപുരം, ഗുരുപുര ഗുരുവിന്റെ പുരയിലേക്ക് പോകും. യെസ്, ഗുരുപുര റിവറും ബാംഗ്ലൂരിലാണ്. എങ്കിൽ ബാംഗ്ലൂരില് വൃഷഭാവതി. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ബാംഗ്ലൂരിലോട്ട് പഠിക്കാൻ പോകുന്ന ഭവതികളെ നമ്മൾ എല്ലാവരും വിഷ് ചെയ്യുമല്ലേ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി ആ ഭവതികളെ വിഷ് ചെയ്യുന്നു എന്ന് ഓർത്തോളൂ. അതാണ് വൃഷഭാവതി, ബാംഗ്ലൂര്. അവിടെ പഠിക്കാൻ പോയി എന്ന് ഓർത്താൽ മതി. എങ്കിൽ കാവേരി റിവർ. കാവേരി ഓടിപ്പോയി, ഒരു റോഡ് വഴി ഓടിപ്പോയി. ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണ് എന്ന് ഓർത്തോളൂ. ആ റോഡാണ്
ഈറോഡ്. തിരച്ചിൽ എന്നാൽ തിരുച്ചിറപ്പള്ളി അഥവാ ട്രിച്ചി, കാവേരിയാണ് ഒഴുകുന്നത്. എങ്കിൽ താമരഭരണി റിവർ തിരുനെൽവേലിയാണ്. താമരഭരണി തിരുനെൽവേലി. തിരുനെൽവേലിയിലെ അലുവയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. വിക്രമിന്റെ ഒരു പാട്ടൊക്കെ ഉണ്ട്, തിരുനെൽവേലി അലുവാട അല്ലെ, അത് വെച്ചിട്ട് ഓർത്തോളൂ. അപ്പൊ തിരുനെൽവേലി അലുവ ഒരു ഭരണിയിലാണ് ഇട്ട് നമുക്ക് തരുന്നതെന്ന് ഓർത്തോളൂ. ആ ഭരണിയാണ് താമിരഭരണി. താമിരഭരണി റിവർ തിരുനെൽവേലി. എങ്കിൽ യമുന റിവർ ഡൽഹി, മധുര, ആഗ്ര എന്നീ സിറ്റിയിലൂടെ ഒഴുകുന്നത് യമുനയാണ്. യമുനയ്ക്ക് ഡൽഹിയിലെ മധുരം കഴിക്കാൻ ആഗ്രഹം എന്ന് ഓർത്തോളൂ. ഡൽഹി, മധുര, ആഗ്ര എന്നീ സിറ്റിയിലൂടെയാണ് യമുന ഒഴുകുന്നത്. പേടനഗരി എന്നറിയപ്പെടുന്നത് ആഗ്രയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ വൈഗൈ റിവർ, വൈഗൈ റിവർ ഒഴുകുന്നത് മധുരൈ ആണ്. മറ്റത് മധുര, ഇത് മധുരൈ. ഓക്കെ, തമിഴ്നാട്ടിലാണ് മധുരൈ. വൈഗൈ റിവർ ഒഴുകുന്നത് മധുരയിലൂടെയാണ്. എങ്കിൽ സരയൂ റിവർ അയോധ്യയിലാണ്. സരയൂ റിവർ അയോധ്യയിലാണ്. ഇതിന്റെ കോഡ് നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. എന്റെ കോഡ് എന്താണെന്ന് അപ്പൊ നിങ്ങൾക്ക് റിപ്ലൈയിലൂടെ അറിയിക്കാം. എങ്കിൽ നൂബ്ര റിവർ സിയാച്ചിൻ ഗ്ലേസിയറിലാണ്. സിയാച്ചിൻ ഗ്ലേസിയർ ആണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയല്ലേ. അപ്പൊ അവിടെ ഭയങ്കര തണുപ്പായിരിക്കും, ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. അവിടെ പോകുമ്പോൾ എല്ലാവരും എന്റെ അംബ്ര എന്ന് വിളിക്കും. അതാണ് നൂബ്ര. നൂബ്ര റിവർ സിയാച്ചിൻ ഗ്ലേസിയർ. എങ്കിൽ ഋഷികുല്യ റിവർ ബ്രാംപൂർ പട്ടണത്തിലൂടെയാണ് ഒഴുകുന്നത്. ബ്രഹ്മ രാശി എന്ന് ഓർത്തോളൂ. ബ്രഹ്മ എന്നാൽ ബ്രാംപൂർ ആണ്, രാശി എന്നാൽ ഋഷികുല്യ റിവർ. എങ്കിൽ കൃഷ്ണ റിവർ അമരാവതി, വിജയവാഡ എന്നീ പട്ടണങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. കൃഷ്ണൻ അമരത്വം നേടുമ്പോഴത്തേക്കും വിജയിക്കും എന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. അതാണ് കൃഷ്ണൻ അമരത്വം എന്നാൽ അമരാവതി, വിജയം എന്നാൽ വിജയവാഡ. എങ്കിൽ ക്ഷിപ്ര റിവർ ഉജ്ജയിൻ പട്ടണത്തിലൂടെയാണ് ഒഴുകുന്നത്. നമുക്ക് ജയിക്കാനായിട്ട് പറ്റില്ലെന്നുണ്ടെങ്കിൽ ക്ഷിപ്ര കോപം വരും അല്ലേ, ക്ഷിപ്ര കോപം വരും, അങ്ങനെ കണക്ട് ചെയ്യാം. ഉജ്ജയിൻ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ക്ഷിപ്ര കോപം വരും. യെസ്, ക്ഷിപ്ര റിവർ. എങ്കിൽ ഗംഗാ നദി ഒഴുകുന്ന മറ്റ് രണ്ട് പട്ടണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുങ്കർ, ഹാജിപൂർ എന്ന് ഓർത്തോളൂ. ഒരു ഹാജി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ മുങ്ങി മരിച്ചു ഗംഗയിൽ എന്ന് കണക്ട് ചെയ്യാം. ഗംഗ, മുങ്കർ, ഹാജിപൂർ. എങ്കിൽ നർമ്മദ റിവർ ജബൽപൂർ. ജബൽപൂര് നർമ്മം പറയാൻ വേണ്ടി പറയുമ്പോഴത്തേക്ക് ഒരാൾ ജപ 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 എന്ന് പറഞ്ഞു എന്ന് ഓർത്തോളൂ. കൊച്ചിയേരി പോയത് സിനിമയിൽ പറയത്തില്ലേ, അത് വെച്ച് കണക്ട് ചെയ്യാം. ജപ ജപയോ തമാശ പറയാ നീ എന്ന് പറയില്ലേ. യെസ്, ജബൽപൂര് നർമ്മദ റിവർ. താവി റിവർ, താവി റിവർ ജമ്മു കാശ്മീരിലൂടെയാണ് ഒഴുകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്റ്റേറ്റുകളിൽ ഒന്നാണ് ജമ്മു കാശ്മീർ. അവിടെ പോകുമ്പോഴത്തേക്കും താപം ആവശ്യമാണല്ലേ. യെസ്, അതാണ് താപം, താവി റിവർ എന്നോർത്തോളൂ. എങ്കിൽ ജലം റിവർ ശ്രീനഗർ ആണ്. ജലം റിവർ ശ്രീനഗർ ആണ്. ശ്രീനഗറും ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞുമലയൊക്കെ അല്ലേ, നിറച്ച് ജലമുണ്ട് എന്നോർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ, ശ്രീനഗർ അവിടെ പോകാനായിട്ട് ഭയങ്കര ചെലവാണെന്നും ഓർത്തോളൂ. യെസ്, ജലം റിവർ ഒഴുകുന്നത് ശ്രീനഗറിലൂടെയാണ്. എങ്കിൽ ഫൽഗു റിവർ ഗയയിലാണ്. ഗയയിലൂടെ ഒഴുകുന്നതാണ് ഫൽഗു റിവർ. ഫൽഗു ഗായകരാണ് എന്നോർത്തോളൂ. എങ്കിൽ മുലാമുത്ത പൂനെയിലൂടെയാണ് ഒഴുകുന്നത്. പൂനെ എന്നാൽ പെണ്ണ് എന്ന് ഓർത്തോളൂ. പെണ്ണ് മുത്ത് മാല അണിഞ്ഞു. പെൺകുട്ടികളല്ലേ മുത്തുമാല അണിയുന്നത്. യെസ്, പൂനെ, മുല, മുത്ത എന്നീ നദികൾ ഒഴുകുന്നത് പൂനെയിലാണ്. എങ്കിൽ പെണ്ണാർ റിവർ നെല്ലൂർ സിറ്റിയിലൂടെയാണ് ഒഴുകുന്നത്. നെല്ലൂര് പെണ്ണാറ്, നെല്ലൂര് പെണ്ണാറ്, അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ ബ്രാഹ്മണി റിവർ റൂർക്കേല ഒഡീസയിലൂടെയാണ് ബ്രാഹ്മണി റിവർ ഒഴുകുന്നത്. റൂർക്കേല ഒറീസ, ജർമ്മനി. റൂർക്കേല ഇരുമ്പുരുക്കുശാല, ഒറീസ, ജർമ്മനി. ROG കോഡ് റിയൽ OG എന്നാണ്. റൂർക്കേല ഇരുമ്പുരുക്കുശാല ROG, ഒറീസ, ജർമ്മനി. റിയൽ OG എന്ന് പറയും. റിയൽ ഒറിജിനൽ ഗാങ്സ്റ്റർ എന്നല്ല, റൂർക്കേല ഒറീസ ജർമ്മനി എന്നാണ്. അപ്പൊ അവിടെ കൂടെ ഒഴുകുന്ന റിവർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണി റിവർ. ബ്രാഹ്മണി റിവർ ആണ്. അപ്പൊ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഈ കോഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചോളൂ. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തോളൂ. ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ അയച്ചേക്കാം. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയിരുന്നാലും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.